ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: 2 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 16 സെന്റിമീറ്റർ വ്യാസമുള്ള 3 ഗോളങ്ങൾ ഉരുക്കി ഒരു ഗോളമാക്കിയാൽ അതിന്റെ ആരം എന്ത്? തന്നിട്ടുള്ളത് 3 വ്യാസങ്ങളാണ്. 3 വ്യാസങ്ങൾ തന്നിട്ടുണ്ട്. ഈ 3 ഗോളങ്ങളും കൂടെ ഉരുക്കി ഒരു ഗോളമാക്കുന്നു. ആ ഗോളത്തിന്റെ ആരം, ഇപ്പൊ ഒന്നാമത്തെ ഗോളം ഇതാണെന്ന് വിചാരിക്കുക. അതിന്റെ വ്യാസം 2 അതായത് അതിന്റെ റേഡിയസ് 1, അതിന്റെ പകുതി. അടുത്ത ഗോളം, അതിന്റെ വ്യാസം 12, അതായത് ആരം 6, 12ന്റെ പകുതി. അടുത്ത ഗോളത്തിൻ്റെത് വ്യാസം 16, അതിന്റെ ആരം എത്രയാണ്? അപ്പോൾ 8. അപ്പോൾ നമ്മളോട് പറഞ്ഞു ഈ 3 ഗോളങ്ങളും കൂടെ ഉരുക്കിയിട്ട് ഒരു വലിയ ഗോളം ഉണ്ടാക്കുന്നു. ആ ഗോളത്തിന്റെ എന്താണ് ചോദിച്ചത്? ആരമാണ് ചോദിച്ചത്. ആരം കണ്ടുപിടിക്കാൻ എന്തറിഞ്ഞാൽ മതി? ഇതിന്റെ വ്യാപ്തം, വോളിയം അറിഞ്ഞാൽ മതി. വോളിയം കണ്ടുപിടിച്ചാൽ എന്ത് കണ്ടുപിടിക്കാം? ആരം കണ്ടുപിടിക്കാം. ഇനി വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം? വോളിയം കിട്ടാൻ ഈ 3 ഗോളങ്ങളുടെ വോളിയം കൂട്ടിയാൽ മതി. കാരണം ഇത് 3ഉം കൂടെ ഉരുക്കിയിട്ടാണ് ഈ ഗോളം ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിന്റെ വോളിയം പ്ലസ് ഇതിന്റെ വോളിയം പ്ലസ് ഇതിന്റെ വോളിയമാണ് ഈ വലിയ ഗോളത്തിന്റെ വോളിയം വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 3ന്റെയും വോളിയം കാണുക, കൂട്ടുക. അപ്പോൾ ഗോളത്തിന്റെ വ്യാപ്തം 4/3 πr³ ആണ്. അപ്പൊ ഒന്നാമത്തേനകത്ത് 4/3 π × r എന്ന് പറഞ്ഞാൽ ഒന്നാമത്തതിൽ 1, 1ന്റെ ക്യൂബ്, പ്ലസ് അടുത്തത് 4/3 π × രണ്ടാമത്തതിൽ 6, 6ന്റെ ക്യൂബ്, പ്ലസ് അടുത്തതിൽ 4/3 π × മൂന്നാമത്തത് 8, 8ന്റെ ക്യൂബ്. ഇത് 3ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പുതിയ ഗോളത്തിന്റെ വ്യാപ്തം കിട്ടും. ഇനി ഇത് കൂട്ടാനായിട്ട് എല്ലാത്തിലും 4/3 π കോമൺ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 4/3 π കോമൺ ആയിട്ട് പുറത്തെടുക്കും. 4/3 π × അകത്ത് 1ന്റെ ക്യൂബ് പ്ലസ് 6ന്റെ ക്യൂബ് പ്ലസ് 8ന്റെ ക്യൂബ്. 1ന്റെ ക്യൂബ് 1, 6ന്റെ ക്യൂബ് 6, 6 36, 216. അടുത്തത് 8ന്റെ ക്യൂബ് 8, 64, 512. ഓക്കെ, ഇനി ഇതും 3ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 500, 700, 728, 729 കിട്ടും. ഇത് 3ഉം കൂടെ കൂട്ടിയതാണ്, താഴെ എഴുതിയതല്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ 4/3 π × 729 എന്തിന്റെ വ്യാപ്തം? ഇത് 3ഉം കൂടെ കൂട്ടിയ വ്യാപ്തം. അതെന്തിന് ഈക്വലാണ്? നമ്മുടെ പുതിയ ഗോളത്തിന്റെ വ്യാപ്തത്തിന് ഈക്വലാണ്. അതായത് പുതിയ ഗോളത്തിന്റെ വ്യാപ്തം 4/3 πr³. അതിന്റെ r നമുക്കറിയില്ല. ഓക്കെ, അപ്പൊ 2 വ്യാപ്തങ്ങളും തുല്യമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് ഇടതുഭാഗത്തുള്ളത് ആദ്യത്തെ 3 ഗോളങ്ങളുടെ വ്യാപ്തം. അത് എന്തിന് തുല്യമാണ്? പുതിയ ഗോളത്തിന്റെ വ്യാപ്തത്തിന് തുല്യമാണ്. ഇനി 2 ഭാഗത്തും 4/3 π ഉണ്ട്, 4/3 π ഉണ്ട്. അത് 2ൽ വെട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 729 = പുതിയ ഗോളത്തിന്റെ വ്യാപ്തത്തിന്റെ r³. ബാക്കിയെല്ലാം വെട്ടിപ്പോയല്ലോ. ഓക്കെ, അപ്പൊ r³ = 729. r = 729 എന്ന് പറഞ്ഞാൽ എന്തിന്റെ ക്യൂബാണ്? 9ന്റെ ക്യൂബാണ്. 9, 9, 81 × 9, 729. അപ്പൊ റേഡിയസ് 6 കിട്ടും. അപ്പോൾ ചുരുക്കി ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമുക്ക് 3 ഗോളങ്ങളാണ് തന്നിട്ടുള്ളത്. 3 ഗോളങ്ങളുടെ വ്യാസം തന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ 3ന്റെയും ആരം കണ്ടുപിടിച്ചു. 3ന്റെ ആരം കണ്ടുപിടിച്ചു. ആരം വെച്ച് 3ന്റെയും എന്ത് വോളിയങ്ങൾ കണ്ടുപിടിച്ചു. ആ 3ഉം കൂടെ കൂട്ടിയ വോളിയം ആയിരിക്കും നമ്മൾ ഉരുക്കി ഉണ്ടാക്കുന്ന പുതിയ ഗോളത്തിന്റെ വോളിയം. അപ്പൊ ഇത് നമുക്ക് ആരത്തിന്റെ വാല്യൂ ഒക്കെ അറിയാവുന്നത് കൊണ്ട് ഇടത്ത് ഭാഗത്ത് നമുക്കൊരു വാല്യൂ കിട്ടും. അത് ഈക്വൽ ടു വലത്ത് ഭാഗത്തെ വാല്യൂ എന്ന് നമ്മൾ ഇക്വേഷൻ എഴുതി. അതാണ് ഈ ഇക്വേഷൻ. ഇടത് ഭാഗത്തെ വാല്യൂ ഈക്വൽ ടു വലത് ഭാഗത്തെ ഇക്വേഷൻ. അത് നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് 729 = r³ എന്ന് കിട്ടി. ആറിന്റെ വാല്യൂ 9 എന്ന് കിട്ടി. ആണ് ചോദ്യം. ആ പുതിയ ഗോളത്തിന്റെ ആരം എത്രയാണെന്നാണ് ചോദിച്ചത്. അത് 9. അഥവാ വ്യാസമാണ് ചോദിച്ചതെങ്കിൽ 9 × 2 18
ഉത്തരം വരാം. ഈ കേസിൽ ഉത്തരം 9.